ഹായ്, വെൽക്കം. നമ്മൾ ആളുകളുടെ ജീവിതത്തിൽ സമ്പത്തിലും ആരോഗ്യത്തിലും ബന്ധങ്ങളിലും കരിയറിലുമെല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നാം അറിയാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. നാം പലപ്പോഴും അത്ഭുതത്തോടെയാണ് അതിനെ നോക്കി നിൽക്കുന്നത്. എന്നിട്ട് ഒന്നുകിൽ നമ്മൾ പറയും അവർ ഭാഗ്യവാന്മാരാണെന്ന്, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ശക്തി ഉണ്ടെന്നോ അവർക്ക് വേറെ എന്തെങ്കിലും സിദ്ധി ഉണ്ടെന്നോ അങ്ങനെയെല്ലാം നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും ഒരുപോലെ തുല്യരായിട്ടല്ലേ ജനിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, ജനിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യന് ജാതിയോ മതമോ ഭാഷയോ രാജ്യമോ ഒന്നുമില്ല. അതിനുശേഷം അവരുടെ ചുറ്റുപാടും എന്താണോ അതിനനുസരിച്ചാണ് ഓരോ ആളുകളുടെയും ജീവിതം മാറുന്നത്. ഇന്ത്യയിൽ ജനിച്ചു വളർന്നുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരായി, കേരളത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് നമ്മൾ മലയാളികളായി, സാധാരണക്കാരൻ്റെ മകനായി ജനിച്ചു വളർന്നുകൊണ്ടാണ് പലരും സാധാരണക്കാരായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ടാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ പെട്രോൾ പമ്പിലെ ഒരു ജോലിക്കാരനായിരുന്ന അംബാനി ഇന്ത്യയിലെ ലോക ഏറ്റവും വലിയ ധനികനായി മാറി? അതുപോലെ ന്യൂസ് പേപ്പർ ബോയ് ആയിരുന്ന അബ്ദുൽ കലാം എങ്ങനെ ഇന്ത്യയുടെ പ്രസിഡൻ്റായി മാറി? എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ മാത്രം ഇത്തരത്തിലുള്ള ഒരു അത്ഭുതങ്ങൾ സംഭവിച്ചത്? ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരെല്ലാം അവർ ഒരു പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നു. ആ ഒരു പ്രത്യേക രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ അനന്തരഫലമായിരുന്നു നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന വിജയങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നത്. ആ പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ആദ്യ പടിയാണ് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ ശ്രദ്ധയുള്ളവരാവുക എന്നത്. ഗാന്ധിജി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ അവൻ്റെ ചിന്തകളുടെ ഉൽപ്പന്നമാണെന്ന്. അതുപോലെ നമ്മൾ എന്താണോ അതെല്ലാം നമ്മളുടെ ചിന്തയുടെ ഫലമാണെന്ന് ശ്രീ ബുദ്ധനും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താണോ നിരന്തരമായി ചിന്തിക്കുന്നത് അതാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് മാത്രമൊന്ന് നോക്കിയാൽ മതി. നമ്മൾ ആഗ്രഹിക്കുന്നത് വിജയകരമായ ജീവിതമാണെങ്കിലും നിരന്തരം ചിന്തിക്കുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റിയല്ലേ? അതിൻ്റെ അനന്തരഫലമോ നാം ഇന്ന് അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളും. ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. നമ്മുടെ മനോഭാവത്തെ മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും സിമ്പിൾ ട്രിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത, നന്ദി എന്ന് പറയുന്നത്. ആ മതഗ്രന്ഥങ്ങളിലും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ബൈബിൾ പറയുന്നത് കൃതജ്ഞതയുള്ളവർക്ക് കൂടുതൽ നൽകപ്പെടുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഖുർആനിലും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ നൽകും, പക്ഷേ നിങ്ങൾ നന്ദി കെട്ടവരാണെങ്കിൽ എൻ്റെ ശിക്ഷയും കഠിനമായിരിക്കും. വേദത്തിലും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നുണ്ട്, നന്ദിയുള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ നൽകും. നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമ്മുടെ ഹെൽത്തിലും നമ്മുടെ കരിയറിലും നമ്മുടെ റിലേഷൻഷിപ്പിലും വെൽത്തിലും എല്ലാത്തിലും നമുക്ക് മാറ്റം വരുത്താൻ കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലിപ്പോൾ എന്തൊക്കെയുണ്ട് എന്നതിൻ്റെ ഒരു കണക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമുക്കുള്ളതിൻ്റെ കണക്കെടുത്ത് അതിന് ഓരോന്നിനും നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മളുടെ ആഗ്രഹത്തിന്, നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹത്തിനുള്ള എല്ലാ ശക്തിയും എല്ലാ ആർജവും എല്ലാ ആത്മവിശ്വാസവും നമ്മൾ വന്ന് നിറയുന്നത് നമുക്ക് അറിയാൻ കഴിയും. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് നമുക്ക് വേണ്ട പല കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ചിന്തയിൽ നമ്മളെന്നും പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പണത്തിൻ്റെ കാര്യമായി എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു 10,000 രൂപയുണ്ടാകും. പക്ഷേ നമുക്ക് മറ്റു ഒരു പണവും കൂടി ആവശ്യമായിരിക്കാം. പക്ഷെ നമ്മൾ ഉള്ളതിനെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുകയല്ല ചെയ്യുന്നത്, ആ കിട്ടാത്തതിനെ ഓർത്ത് പരാതിപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ സമയത്ത് അറിയാതെ തന്നെ നാം ദരിദ്രനാണെന്ന ബോധപൂർവമല്ലാതെ നമുക്ക് തോന്നുന്നുണ്ടാവുന്നുണ്ട്. ശരിയല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ നമുക്ക് അവകാശമുണ്ട്, അധികാരവുമുണ്ട്. പക്ഷേ അതിൻ്റെ ആദ്യപടിയായി നമ്മുടെ കയ്യിൽ എന്തെല്ലാമുണ്ടോ അതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുക. അത് നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കിപ്പോൾ പൂർണ്ണമായ ആരോഗ്യമില്ലേ? നമ്മുടെ ചുറ്റും എത്ര പേരുണ്ട് ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ കൊതിക്കുന്ന, ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും കാണാൻ കൊതിക്കുന്ന, ഓരോ ശബ്ദങ്ങളും കേൾക്കാൻ കൊതിക്കുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കഴിയുന്നതിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണ്ടേ? നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്കൊരു പിതാവുണ്ടാവാം, മാതാവുണ്ടാവാം, കുടുംബാംഗങ്ങളുണ്ടാവാം. ഇതെല്ലാം ഇല്ലാത്ത എത്ര ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്ക് ഓരോ നേരവും കഴിക്കാൻ ഭക്ഷണവും കുടിക്കാൻ വെള്ളവും അതേപോലെ ശുദ്ധമായ ഓക്സിജനും എല്ലാം ലഭിക്കുന്നില്ലേ? കൊറോണ സമയത്ത് നമ്മൾ കണ്ടതാണ്
കാശ് കൊടുത്തിട്ട് പോലും ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥയിലൂടെ ആളുകൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓരോ നേരവും കൃത്യമായി ലഭിക്കുന്നില്ലേ? അതിനെല്ലാം നമ്മൾ എത്ര പ്രാവശ്യം എത്രത്തോളം നന്ദിയുള്ളവരാണ്. നമുക്ക് ധരിക്കാൻ വസ്ത്രവും ഇതേപോലെ നമുക്ക് താമസിക്കാൻ ഒരു വീടുമില്ലേ? ഓരോ ദിവസവും രാവിലെ നമുക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ലേ? എത്ര പേരാണ് തലേദിവസം ഉറങ്ങി പിറ്റേ ദിവസം എഴുന്നേക്കാതെ മരണത്തിലേക്ക് പോകുന്നത്? അപ്പോൾ അതിനകത്ത് നമുക്ക് ലഭിക്കുന്ന ഓരോ നല്ല കാര്യങ്ങൾക്കും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതമാണ് അവിടെ മാറുന്നത്. നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു തെറ്റിദ്ധാരണ, നമ്മൾക്ക് ആവശ്യമുള്ളത് നമുക്ക് ലഭിക്കട്ടെ എന്നിട്ട് സന്തോഷമായിരിക്കാമെന്നാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള 95% ആളുകളും ചിന്തിക്കുന്ന അത്തരത്തിലാണ്. പക്ഷേ ഇതിൻ്റെ ഒരു സയൻസ് ഇരിക്കുന്നത് നമ്മൾ സന്തോഷമായിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മളിലേക്ക് വരുമെന്നുള്ളതാണ്. നമുക്ക് ആ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് പോലും. നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ സുഖദുഃഖങ്ങളുടെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും നേടിയതുകൊണ്ട് സന്തോഷിക്കണമെന്നോ എന്തെങ്കിലും നഷ്ടപ്പെട്ടതുകൊണ്ട് ദുഃഖിക്കണമെന്നോ ഇല്ല. നമ്മൾ ചില ഉദാഹരണങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാകും. നമ്മുടെ ചുറ്റും വിദ്യാഭ്യാസമില്ലാത്തവർക്ക് അതില്ലാത്തതിൻ്റെ ദുഃഖമാണ്. വിദ്യാഭ്യാസമുള്ളവർക്കോ അത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി ലഭിക്കാത്തതിൻ്റെ ദുഃഖമുണ്ട്. വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം നടക്കാത്തതിൻ്റെ ദുഃഖമാണ്. വിവാഹം നടന്നവർക്കോ അന്നു മുതൽ ആ വിവാഹത്തെ പറ്റിയുള്ള ദുഃഖമുണ്ട്. പണമില്ലാത്തവർക്ക് പണമില്ലാത്തതിൻ്റെ ദുഃഖമുണ്ട്. പണമുള്ളവർക്കോ അത് ഗവൺമെൻറ് അവരിൽ നിന്ന് അപഹരിക്കുമെന്നോ ആരെങ്കിലും കടം ചോദിക്കുമോ അങ്ങനെ പലതരത്തിലുള്ള ദുഃഖങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. കുട്ടികളുള്ളവർക്ക് കുട്ടികൾ ഉള്ളതിൻ്റെ ദുഃഖവും ഇല്ലാത്തവർക്ക് ഇല്ലാത്തതിൻ്റെ ദുഃഖവുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അവർക്കും ദുഃഖമുണ്ട്, എന്തെല്ലാം ഇല്ലയോ അവർക്കും ദുഃഖമുണ്ട്. അപ്പോൾ ദുഃഖം അല്ലെങ്കിൽ സന്തോഷം എന്നുള്ളത് ഓരോരുത്തരുടെയും ചോയ്സാണ്, നമ്മളുടെ തിരഞ്ഞെടുപ്പുകളാണ്. ആ തിരഞ്ഞെടുപ്പുകളാണ് നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത്. ഒരാളുടെ ജീവിതത്തിലും 100% പെർഫെക്റ്റ് ആയിട്ടൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ എല്ലാവരും ഈ 50% നല്ല കാര്യങ്ങളും ചിലപ്പോൾ 50% ചീത്ത കാര്യങ്ങളുമായിരിക്കും ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടക്കുന്നത്. പക്ഷേ കൂടുതൽ ആളുകളും ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ആ ചീത്ത കാര്യങ്ങളിലേക്കായിരിക്കും, ആ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളിലേക്കായിരിക്കും. എപ്പോൾ മുതൽ നമ്മളുടെ ജീവിതത്തിലുള്ള ആ 50% നന്മയിലേക്ക് നമ്മളുടെ ഫോക്കസ് മാറുന്നുവോ ആ നിമിഷമാണ് നമ്മളുടെ ജീവിതം മാറാൻ തുടങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ നല്ല കാര്യങ്ങളെയും നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ ഉപയോഗിച്ച് അതിനെ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ അമേസിങ്ങായി നമ്മുടെ ലൈഫിൽ മാറ്റം വരുന്നത് നമുക്ക് കണ്ടറിയാൻ പറ്റും. ഈ ലൈഫ് ചേഞ്ചിങ്ങിന് വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു 28 ഡേയ്സ് പ്രാക്ടീസാണ്. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു 28 ഡേയ്സ് മാജിക് പ്രാക്ടീസാണ് നമ്മളും ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് മുടങ്ങാതെ ആത്മാർത്ഥമായി ചെയ്യുന്നവരുടെ ജീവിതം തന്നെ 28 ദിവസം കൊണ്ട് മാറ്റിമറിക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും ഇത് സ്പർശിക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടതുകൊണ്ട് ആരുടെ ജീവിതത്തിലും മാറ്റം വരുന്നില്ല. അത് കൃത്യമായി ആരെല്ലാം ഉപയോഗിക്കുന്നു അവരുടെ എല്ലാം ജീവിതത്തിൽ വലിയ ഒരു ചേഞ്ചാണ് വരാൻ പോകുന്നത്. ഞാൻ ആ ഒരു ചേഞ്ചിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, രാവിലെ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൃതജ്ഞതയോടെ കാണുന്ന 10 അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ളതാകാം, അതേപോലെ നിങ്ങളുടെ ഓരോ ശാരീരിക അവയവങ്ങളെക്കുറിച്ചാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ നല്ല ബന്ധങ്ങൾ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ ഏത് ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാം. നിങ്ങളുടെ കരിയറിലെ ഓരോ നേട്ടങ്ങളും ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതാം. അതേപോലെ നിങ്ങളുടെ സമ്പത്തിനെക്കുറിച്ച് എഴുതാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും, നിങ്ങളുടെ വാഹനം, നിങ്ങളുടെ വീട്, നിങ്ങൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിന് വരും. കാരണം നമ്മൾ ആലോചിക്കുക, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് ലഭിക്കുന്നതാണ് കൃത്യമായി ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ പ്രകൃതി, വായു, ജലം, വെളിച്ചം, അങ്ങനെ ഓരോന്നിനും നമ്മൾ നന്ദി പറയുക. അതോടൊപ്പം നിങ്ങൾ ഓരോ അനുഗ്രഹത്തിനും നിങ്ങൾ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിനുള്ള കാരണം കൂടി എഴുതുക. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഞാൻ അതിന് നന്ദി പറയുന്നത് എന്നെഴുതുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഫീലിംഗ് വരുന്നത്. ഈ ഉള്ളിലെ ഫീലിംഗ് ആണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ എത്രത്തോളം സന്തോഷമായിരിക്കുന്നുവോ അതിനനുസരിച്ചാണ് നമ്മളുടെ ജീവിതം മാറുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നന്ദി പറയുമ്പോൾ എന്തിനാണ് ഞാൻ ആ വസ്തുവിന് നന്ദി പറയുന്നത് അതുകൂടി ഉൾപ്പെടുത്തുക. അതിനുശേഷം നമ്മുടെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് അതിന് ആത്മാർത്ഥമായിട്ട് 3 പ്രാവശ്യം താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നുകൂടി പറയുക. നമ്മളത് പറയുമ്പോൾ നമ്മളത് അനുഭവിക്കുക. കാരണം എത്ര പേരിന്ന് നടക്കാൻ കഴിയാത്തതുണ്ട്, അവർ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതുണ്ട്. നമുക്കത് കഴിയുന്നുണ്ടല്ലോ.
അത്രയും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക. ഈയുള്ള എല്ലാ ദിവസവും ചെയ്യാനുള്ളൊരു പ്രാക്ടീസാണ് ഇത്. ആദ്യം ഇതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കോറായിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇത് നിങ്ങൾ മുടങ്ങാതെ തന്നെ ദിവസവും രാവിലെ സ്റ്റാർട്ട് ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ഇതേപോലെ 2 വ്യക്തികൾക്ക് പൈസ കടം കൊടുത്തു എന്നിരിക്കട്ടെ. അതിനകത്തൊരു വ്യക്തി നമ്മൾ കൊടുത്ത പൈസയെ ചൊല്ലി എപ്പോഴും നിങ്ങൾ തന്ന പൈസ കൊണ്ടാണ് എനിക്ക് ജീവിതത്തിൽ അത് ചെയ്യാൻ കഴിഞ്ഞത്, ഞാൻ നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്, അതേ രീതിയിൽ പെരുമാറുകയും മറ്റൊരു വ്യക്തി നമ്മൾ കൊടുത്ത പൈസയെക്കുറിച്ച് ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ഒന്നുമില്ല, നമ്മളോടൊരു ഗ്രേറ്റ്ഫുള്ളും കാണിക്കുന്നില്ല എന്ന് കരുതുക. നിങ്ങൾക്ക് രണ്ടാമതൊരവസരത്തിൽ പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ ഈ 2 വ്യക്തികൾക്കും തന്നെയാണെങ്കിൽ നിങ്ങൾ ആർക്കായിരിക്കും ആദ്യം പൈസ കൊടുക്കാൻ പരിഗണിക്കുക? നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ ദൈവത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ റിസീവ് ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. പക്ഷേ ദൈവം തന്ന എന്തെല്ലാം കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയുന്നുണ്ട്? ചിന്തിക്കുക. ഈ നന്ദി പറയും തോറും നിങ്ങളുടെ വൈബ്രേഷൻ ഇതേപോലെ എല്ലാം റിസീവ് ചെയ്യാവുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറ്റുകയാണ്. അത്തരത്തിൽ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നിമിഷം മുതൽ ഈ പ്രാക്ടീസ് നിങ്ങൾ തുടരുക. ഈ 28 ഡേയ്സ് പ്രാക്ടീസ് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു അമേസിങ് ചേഞ്ച് വന്നിട്ടുണ്ടാവും. അതിനകത്തേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നു മുതൽ എല്ലാവരും ചെയ്തു തുടങ്ങും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.